ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ തുടരുകയാണ്. ക്യാമ്പയിൻ 23 ദിവസം പിന്നിടുമ്പോൾ 4 ലക്ഷത്തിലധികം പേർ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തിയതായാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ പറഞ്ഞത്. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ക്യാമ്പയിൻ. പറഞ്ഞു വന്നത് ക്യാൻസറിനെ കുറിച്ച് തന്നെയാണ്. പേടിച്ചിരിക്കരുത്, മുൻകൂട്ടി കണ്ടെത്തി ചികിത്സ തേടണം, കണ്ടെത്തിയാൽ ഭയപ്പെടാതെ മുന്നേറണം. ഈ വിഷയത്തിൽ ഏറെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഷൈല തോമസ്. സ്വന്തമായി കോർപ്പറേറ്റ് കമ്പനി നടത്തുന്ന വ്യക്തിയാണ്. ഗോപിനാഥ് മുതുകാട് നയിക്കുന്ന ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന്റെ ഡയറക്ടറാണ്. എം ജയചന്ദ്രൻ നയിക്കുന്ന MJ മ്യൂസിക് സോണിന്റെ CEO ആണ്. ഇതിനെല്ലാം ഉപരി ഗാനരചയിതാവാണ്, ഷോർട്ട് ഫിലിം സംവിധായികയാണ്. ഇങ്ങനെ നിരവധി വിശേഷണങ്ങളുണ്ട് ശ്രീമതി ഷൈലയ്ക്ക്. സ്വാഗതം, ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. നമ്മൾ ഒരുപാട് തവണ ന്യൂസ് 18-ൽ തന്നെ ഷൈല മാം വന്നിട്ടുള്ളതാണ്. ഒരുപാട് തവണ പെണ്ണാൾ പുറത്തിറങ്ങിയപ്പോൾ ഓരോ തവണയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്നു പെണ്ണാളിൻ്റെ ഓരോ ഭാഗവും കാണാനായി. അത് 5ഉം പൂർത്തിയാക്കി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അതിനിടയിൽ ഇന്നലെ ഈ ഒരു ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ താങ്കളുടെ നിലാപക്ഷി എന്ന പുതിയ കവിതയും എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എങ്ങനെ പോകുന്നു ജീവിതം? ജീവിതം സുന്ദരമായിട്ട് പോകുന്നു. സുന്ദരമായിട്ട് പോകുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തിയിരിക്കും. ഓരോ ദിവസത്തിൻ്റെയും ആ ഒരു ദിനാന്ത്യം എന്ന് പറയില്ലേ. തീർച്ചയായും. ഞാൻ ഈ വിശേഷണങ്ങൾ എഴുതി കൂട്ടുമ്പോൾ എനിക്ക് തീരുന്നുണ്ടായിരുന്നില്ല എന്തൊക്കെ എഴുതും എന്നുള്ളത്, എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ താങ്കൾ ജോലി ചെയ്യുന്നു എന്നുള്ളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെന്നുള്ളത് കൊണ്ട് അത് മുഴുവനും അത് മുറിയാതെ അതിലേക്ക് എത്തിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് മുഴുവൻ അടിച്ചു കൂട്ടുകയായിരുന്നു. അപ്പോൾ എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് താങ്കൾക്ക് മാത്രം പറയാനാകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അതിനൊപ്പം എഴുത്തും കൂടി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഇപ്പം നിലാപക്ഷി റിലീസ് ചെയ്തത് പറഞ്ഞല്ലോ. നിലാപക്ഷി റിലീസ് ചെയ്ത ഒരു മലയാളം കവിതയ്ക്ക്, ഞാനങ്ങനെ വലിയൊരു എഴുത്തുകാരിയൊന്നുമല്ല, ഒരു കവിതയ്ക്ക് സാധാരണഗതിയിൽ ഒരുപാട് ആളുകൾ എടുത്തുകൊള്ളണം എന്നില്ല. കഥ വായിക്കുന്ന അതേ ഒരു പ്രചാരം കവിതയ്ക്കുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷേ അതിന് വന്ന ഇന്നലത്തെ പ്രതികരണങ്ങൾ, ഒരുപാട് അഭിനന്ദന കുറിപ്പുകൾ നേരിട്ടും അല്ലാതെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് വന്ന കൂട്ടത്തിൽ ഒരു വാൽകഷ്ണമായിട്ട് എന്നെ അറിയുന്ന, വളരെ അടുത്തറിയുന്നവരൊക്കെ ചോദിച്ചു എങ്ങനെ ഇതിനിടയിൽ ഇത് സാധിക്കുന്നു എന്നുള്ളത്. ഇതിനിടയിൽ എന്നുള്ളതാണ് എൻ്റെ ജീവിതം. അത് ഒരുപക്ഷെ ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിനും ഇടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വണ്ടി ഓടാൻ എപ്പോഴും ഇന്ധനം വേണം. അത് ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പോസിറ്റീവ് എനർജിയാണ്. തീർച്ചയായിട്ടും ആ പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക് വേണ്ടതും. താങ്കളെ ഇന്ന് ഇവിടെ ഇരുത്തിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പേര് താങ്കളെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ക്യാൻസർ അതിജീവിത അല്ലെങ്കിൽ പോരാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ ആ സ്റ്റേജിൽ ഇപ്പോൾ നിൽക്കുന്ന ആളുകൾ എങ്ങനെ അതിജീവിക്കാമെന്നൊക്കെ ഓർത്ത് നിൽക്കുന്ന ആളുകളുണ്ടാകും. പെട്ടെന്ന് കേട്ടതിൻ്റെ ഞെട്ടൽ മാറാത്ത ആളുകളുണ്ടാകും. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 2-3 പ്രാവശ്യങ്ങളിൽ ഞാനിവിടെ ന്യൂസ് 18-ൽ ഗസ്റ്റായിട്ട് വന്നപ്പോൾ പെണ്ണാളിൻ്റെ ഒരു ആഘോഷം അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലേറ്റവും അവസാനത്തതാണ് പെണ്ണാളിലെ 5ാമത്തെയും അവസാനത്തെയും ഭാഗമായ വാർദ്ധക്യം എന്നുള്ളത്. വാർദ്ധക്യത്തിൻ്റെ റിലീസ് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് എൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല. അത് കംപ്ലീറ്റ് എന്താ പറയുക, ഒരു സമ്പൂർണ്ണ മൊട്ട എന്ന് പറയാം, അതുപോലെയായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കീമോയുടെ 2ാമത്തെയോ 3ാമത്തെയോ കീമോയുടെ ഇടയ്ക്കുള്ള ഒരു സമയമായിരുന്നു. അത് നടക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ പ്രയാസമായിരുന്നു. പക്ഷേ ഇതൊരു ഏതാണ്ട് 1 വർഷത്തെ കോൾ ഷീറ്റ് നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം മിനിമം. അപ്പോൾ അങ്ങനെ കോൾ ഷീറ്റ് ഒപ്പിട്ട് കൊടുത്ത് അത് എല്ലാ ഷെഡ്യൂളും പൂർത്തിയാക്കി ആണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അത് എന്താ പറയുക, അത്ര സുഖകരമായ ഒരു യാത്രയല്ല തീർച്ചയായിട്ടും. പക്ഷെ അതെങ്ങനെ നമുക്ക് കൺവീനിയൻ്റ് ആക്കി എടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചലഞ്ച്. അപ്പം അത് ഭംഗിയായിട്ട് ഞാൻ നിർവഹിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് വേദനകൾ നിറഞ്ഞ കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷെ അതൊന്നും ഒരു നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത്, അതിനോട് ഉപമിക്കാൻ തോന്നുന്നത്, നമ്മൾ യേശുദാസ് സാർ പാടുന്ന സമയത്ത് നമുക്ക് തോന്നും ആ പാട്ട് എത്ര സിമ്പിളാണ് എന്ന്. നമ്മൾ ഒരിക്കലും ആ പാട്ടിൻ്റെ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച സംഗതികളൊന്നും യേശുദാസിൻ്റെ പാട്ടിലൂടെ നമുക്ക് ചിലപ്പം പെട്ടെന്ന് നമ്മളത് മനസ്സിലായി എന്ന് വരില്ല. അതേ പാട്ട് ഒരു ഗായകൻ, ഞാൻ ആരെയും കുറച്ച് പറയുകയല്ല കേട്ടോ, സ്റ്റേജിൽ പാടുന്ന സമയത്ത് നമ്മൾ കൈയടിക്കുന്നത് അതിനകത്തെ ഏറ്റവും വിഷമകരമായ ഭാഗങ്ങൾ അവർ
പാടുന്ന സമയത്താണ്. അപ്പോഴാണ് ആക്ച്വലി നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഈ പാട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേറൊന്നുമല്ല, എത്ര ലളിതമായി നമ്മൾ ഒരാൾ ഒരു കാര്യത്തെ സമീപിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മറ്റവർക്ക് അറിയില്ല. അത് അവർക്കൊരു സൗകര്യവും കൂടെയാണ്. അതായത് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ഒരു സൗകര്യമാണ്. നമ്മൾ ഈ വേദന തിന്നുകൊണ്ടാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെ സ്നേഹിക്കുന്നവർക്കും സത്യം പറഞ്ഞാൽ കണ്ടു നിൽക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ വേദന നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം അതങ്ങോട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വേദന തീർച്ചയായിട്ടും ഈ സമയവും കടന്നു പോകും എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ അങ്ങനെ അതിനെ അങ്ങോട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെയുള്ളവർക്ക് ആണ് ഏറ്റവും ആശ്വാസം. അപ്പം നമ്മൾ കാരണം മറ്റാരുടെയും ഒരു പ്രതിദിന പരിപാടികൾ, അതായത് റൊട്ടീനായിട്ടുള്ള കാര്യങ്ങളൊന്നും മുടങ്ങാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കും ഒരു സമാധാനം. ഓക്കെ, ഞാൻ ആരെയും ഒന്നിനും തടസ്സപ്പെടുത്തുന്നില്ല, എൻ്റെ അസുഖം ഒന്നിനും തടസ്സമാവുന്നില്ല. അത് മറ്റുള്ളവർക്കും തടസ്സമാവരുത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും തടസ്സമാവരുത്. ഈ 2022 ഡിസംബറിൽ ആദ്യമായിട്ട് ക്യാൻസർ സ്ഥിരീകരിക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു ഫീച്ചർ വായിച്ചപ്പോൾ അതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത്, പുറത്തിറങ്ങിയ ടോമി താങ്കളുടെ ഹസ്ബൻഡ് ചോദിച്ചു ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, വാർദ്ധക്യം പുറത്തിറക്കണം. കാരണം ഈ 4 ഘട്ടങ്ങൾ ബാല്യം തൊട്ട് മാതൃത്വം വരെ ഉള്ളത് ഞാൻ ചെയ്തു വെച്ചു, വലിയ കുഴപ്പമില്ലാണ്ട് അത് പോയി. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു കോവിഡ് കാലഘട്ടം വന്നത്. അപ്പം ഷൂട്ടിങ്ങും എല്ലാം മുടങ്ങുന്ന ഒരു സമയമായിരുന്നല്ലോ. അപ്പം ഞാൻ തൽക്കാലം അത് നിർത്തിവെച്ചു. അപ്പോൾ എല്ലാവരും ആക്ച്വലി എന്നോട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു ഇനി എപ്പോഴാണ് വാർദ്ധക്യം റിലീസ് ചെയ്യുന്നത്, കാരണം അത് ഏതായാലും അവസാനത്തെ ഭാഗവും കൂടെയാണ്. അപ്പോൾ സമയമായില്ല എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയപ്പോൾ ആണ് സമയമായി ഇനി അത് ഇറക്കാൻ എന്ന് എന്നെ അറിയിക്കുന്ന ഒരു അറിയിപ്പായിരുന്നു. ക്യാൻസറാണ്, സർജറി വേണം, ഇനി അങ്ങോട്ട് കീമോയും കുറച്ച് കലാപരിപാടികൾ ഞാൻ നേരിടാനുണ്ട് എന്നറിഞ്ഞത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പം ഞാൻ ആദ്യം തീരുമാനിച്ചത്, ശരി ഇനി വാർദ്ധക്യത്തിന് സമയമില്ല, എൻ്റെ അല്ല പെണ്ണാളിൻ്റെ വാർദ്ധക്യത്തിന് സമയമില്ല. ഉടനെ തന്നെയാണ് ഞാൻ അതിനുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുകയും പെട്ടെന്ന് തന്നെ 2 ദിവസം കൊണ്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഞങ്ങൾ ആ ഷൂട്ടിങ് തീർക്കുകയും, വാർദ്ധക്യത്തിൽ ഞാനും ആ സീനിൽ ഉണ്ട്. ആ സമയത്ത് എനിക്ക് മുടിയും ഒക്കെ ഉണ്ട്. ഞാനും പത്മശ്രീ ലീല സാംസൺ മാമുമാണ് അതിനകത്തുള്ളത്. അത് കഴിഞ്ഞ് വാർദ്ധക്യം റിലീസായപ്പോഴേക്കും എൻ്റെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞിട്ട് അയച്ച ബയോപ്സിയും പോസിറ്റീവായി വന്നു. അപ്പോൾ ആണ് കീമോയും റേഡിയേഷനും ഒക്കെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്തു. കീമോ വാർഡിൽ ഇരുന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത്. അവിടെ ഒരു ലാപ്ടോപ്പ് എടുത്ത് മടിയിൽ വെച്ച് അതിലേക്ക് എഡിറ്റർ അയച്ചു തരുന്ന വിഷ്വൽസൊക്കെ കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാനതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അങ്ങനെ റിലീസ് ചെയ്തത് ശൈലജ ടീച്ചറായിരുന്നു. ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിലെ ആ വലിയ ഓഡിറ്റോറിയത്തിൽ ആ സദസ്സ് മുഴുവനും മുമ്പാകെ ടീച്ചർ അത് റിലീസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എണീറ്റ് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കൈ പിടിച്ചാണ് സ്റ്റേജിലേക്ക് കയറ്റിയതൊക്കെ. പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം, ആ ഒരു പരിമിതികളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റി. അപ്പോഴേക്കും മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്. അത് കഴിഞ്ഞാണ് ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നത്. അതെ, ശ്രീമതി ശൈല, താങ്കൾ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്നത് താങ്കളുടെ ചിരിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ 2022 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 2025 ആയിട്ടുള്ളൂ. ഒരുപാട് കാലം മുമ്പ് വന്ന ഒരു അസുഖത്തെക്കുറിച്ച് ഒരു ലാഘവത്തോടെ പറയുന്ന ഒരാളെന്നല്ല, ഈ കഴിഞ്ഞ 2-3 വർഷത്തിന് മുൻപ് നടന്ന അത്രയും വേദനയുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ് താങ്കൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കണം, നമ്മൾ ഈ പലരും പറയുമല്ലോ നിങ്ങൾക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാൻസർ വാർഡിലേക്കൊക്കെ ഒന്ന് പോയാൽ മതി, അതൊക്കെ ഒന്ന് മാറി കിട്ടും എന്നൊക്കെ പറയും. പിന്നെ മുടി നമ്മുടെ അഹങ്കാരമാണെന്ന് പറയും, അത് പോയി കഴിയുമ്പോൾ നമ്മുടെ അഹങ്കാരമൊക്കെ മാറും എന്നൊക്കെ പറയുന്നവരുണ്ട്. ആ അറിഞ്ഞ നിമിഷവും ഇതേ ചിരി മുഖത്തുണ്ടായിരുന്നോ അതോ അത് ആർജിച്ചെടുത്തതാണ്? അല്ല, ഇത് 2022 എന്ന് പറഞ്ഞാലും 22ൻ്റെ അവസാനമാണ്. അപ്പോൾ 23-ലാണ് എൻ്റെ സർജറിയും ഈ മൊത്തം ട്രീറ്റ്മെൻറ്റും ഞാൻ ചെയ്തിരുന്നത്. ഈ ചിരി എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഞാൻ പുറമേ മാത്രമല്ല അകമേയും സന്തോഷിക്കുന്ന ആളാണ്. കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ആൾ തന്നെയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ അത് ക്യാൻസർ വന്നു എന്നുള്ളത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പലർക്കും ഈ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ അത് മരണത്തോട് റിലേറ്റ് ചെയ്ത് ആണ് ഒരുപക്ഷെ പെട്ടെന്ന് ഞാനിതാ ഇപ്പം മരിക്കാറായി എന്നുള്ളൊരു ഫീലിംഗ് ഈ ആൾക്കും കൂടെ ഉള്ളവർക്കും പെട്ടെന്ന് തോന്നും. അപ്പം അങ്ങനെ ഒരു തോന്നൽ ഞാൻ
ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് തന്നെ എൻ്റെ ബാല്യം തൊട്ടിങ്ങോട്ട് വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ തളർത്താൻ രോഗത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള ചലഞ്ചസിനൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതുവരെ ഉള്ളതല്ലേ എപ്പോഴും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും ഓഫ് കോഴ്സ് നമ്മൾ ചിരിച്ചു തള്ളുകയായിരുന്നില്ല, പക്ഷേ ചിരിക്കാതിരിക്കാൻ ഇതൊരു കാരണമാക്കിയിട്ടില്ല ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സത്യം പറഞ്ഞ ഒരു സിനിമയ്ക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്കറിയുന്ന ചില ക്യാൻസർ വന്നിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചു കാണിക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് പൊട്ടിക്കരയുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും സത്യസന്ധമായി പറയാണ്, അങ്ങനെ ഒരു എന്ത് ചെയ്യുന്നതും സത്യസന്ധമായി ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ വേദനിക്കുകയാണെങ്കിൽ വേദനിച്ചോളൂ, അത് സത്യസന്ധമായി തന്നെ വേദനിച്ചോളൂ. പക്ഷേ അകമേ കരഞ്ഞിട്ട് പുറത്ത് ചിരിച്ച് കാണിക്കരുത്. കരയുകയാണെങ്കിൽ നിങ്ങൾ കരയണം. പക്ഷെ ഞാൻ ഒരിക്കലും ഇതേപോലെ ബാത്റൂമിൽ പോയിട്ട് കരഞ്ഞിട്ട് പുറത്ത് വന്ന്, ഇത് ജീവിതമല്ലേ, ഡ്രാമയൊന്നും അല്ലല്ലോ, നമുക്ക് നമ്മളായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചിരി എൻ്റെ ഒരുപക്ഷെ ഏത് ചിത്രങ്ങൾ എടുത്താലും മിക്കതിലും ആ ഒരു ചിരി തന്നെ കാണാൻ പറ്റും. അപ്പോൾ ആ ചിരി എന്നും കൂടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് എൻ്റെ കൂടെ ഉള്ളവർക്കും ചിരിക്കാൻ പറ്റുക. തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു സ്ത്രീകളായ രോഗികളാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ വേദന അത്രയധികം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് കേട്ടിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടില്ല, പക്ഷെ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞു ആ സമയത്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു, ലാപ്ടോപ്പ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്നുള്ളത് ആ വേദന കുറച്ചോ? വേദന പൊതുവെ അനുഭവിക്കുന്നത് വേദന എന്ന് പറയുന്നതും ആപേക്ഷികമാണ്. ഓരോരുത്തരും ഓരോ രീതി. ഒരു ചെറിയ മുള്ളു കൊള്ളുമ്പോൾ പോലും സഹിക്കാൻ പറ്റാത്തവരുമുണ്ട്, വലിയ വേദന വരെ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നവരുമുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവരുടെ ഗണത്തിലാണ് ഞാൻ. കാരണം ഒരു 10-18 വർഷമായിട്ട് ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞ ഒരു സ്ഥിതി ഉണ്ട് എനിക്ക്. അതെന്ന് പറയുന്നത് തന്നെ വേദനയുടെ ഒരു കൂടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് വേദന വരിക എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ഒന്ന് അമർത്തി തൊട്ടാൽ അവിടെ വേദനിക്കും. അപ്പം അത്രയധികം വേദന ശരീരത്തിൽ, പ്രത്യേകിച്ച് ജോയിൻസിലൊക്കെ ഉള്ള ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു കുറേ വർഷങ്ങളായിട്ട് എപ്പോഴും വേദന തിന്നുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ വേദന, ക്യാൻസറിൻ്റെ വേദന എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അത് വേദന മാത്രമല്ല, മൊത്തം ശരീരത്തിലൊരു എന്താ പറയുക, നമ്മൾ ചുട്ടുപഴുപ്പിച്ച് വെച്ച കമ്പികളുടെ മുകളിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, മൊത്തം ഒരു എരിപൊരി സഞ്ചാരം എന്ന് പറയും. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് വേവുന്നത്, എവിടെയൊക്കെയാണ് പൊള്ളുന്നത്, എവിടെയൊക്കെയാണ് നീറുന്നത് എന്ന് നമുക്ക് തന്നെ അറിയില്ല. അത് മരുന്നുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇപ്പം എനിക്ക് ഓൾറെഡി ഫൈബ്രോമയാൾജി ഉള്ളതുകൊണ്ട് അതിനൊരു ന്യൂറോപ്പതി ഇഷ്യൂസും ഒക്കെ വന്നായിരുന്നു. ശരീരം മൊത്തം വേർത്ത് കുളിക്കും, പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന പോലെ തോന്നും. പിന്നെ ഈ കീമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഒന്നിൻ്റെയും രുചിയില്ല. അതായത് മധുരമില്ല, എരിവില്ല, പുളിയില്ല, ഒരു രുചിയും ഇല്ലാതെ ഭക്ഷണം. പക്ഷെ നമുക്ക് ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട്, പിന്നെ വോമിറ്റിങ്, അങ്ങനത്തെ വയറിളകാം, ഇങ്ങനെ പല പല ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അപ്പം അത് നമ്മളെ ശരീരത്തെ ക്ഷീണിപ്പിക്കും. ഈ വേദനയും ഈ ക്ഷീണവും എല്ലാം കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേദന കുറച്ച് കൂടുതൽ സഹിക്കുന്ന ആളായതുകൊണ്ട്, പിന്നെ ഇത് ഞാൻ തന്നെ സഹിക്കണം എന്നുള്ള യാഥാർത്ഥ്യം അറിയുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ലാതെ ഞാനത് ഒപ്പിച്ചെടുത്തു. ഈ ബോധവൽക്കരണത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ ആ മരണം എന്നുള്ള ആ ഒരു ഭയത്തിൽ നിന്നൊക്കെ മാറിയിട്ട് വി ക്യാൻ എന്നൊക്കെ ഉള്ളതിലേക്ക് എത്തിയിട്ടുണ്ട്. താങ്കളുടെ ഈ അനുഭവങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇതുപോലെയുള്ള ഈ ക്യാൻസർ പേഷ്യൻസ് തന്നെ വരാറുണ്ടോ? താങ്കളോട് എങ്ങനെയാണ് അവർ, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്? അങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? അത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാസർഗോഡ് പോയപ്പോഴും നമ്മുടെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുടെ അമ്മ, പുള്ളിക്കാരി എന്ന് വെച്ചാൽ ക്യാൻസർ അറിഞ്ഞപ്പോൾ തൊട്ട് വീട്ടിലിരിക്കുകയായിരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ആ കുടുംബത്തിലാകെ അസ്വസ്ഥതയായി. അപ്പം എന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ആരോടും പറയുന്നില്ല ഇത് എളുപ്പമുള്ളതാണെന്ന്, അത് സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, അങ്ങനെയല്ല. ആദ്യം യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനെ നേരിടുമ്പം യു ഹാവ് മോർ എനർജി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അവരോട് ഇതിൻ്റെ ഒരു ഹോൾ സെനാരിയോ എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എങ്ങനെയായിരിക്കും, സർജറി കഴിഞ്ഞിട്ട് കീമോ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, റേഡിയേഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയും ഒക്കെ പറഞ്ഞിട്ട്
ഞാൻ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുന്നില്ലേ, എൻ്റെ രൂപം തന്നെ ആകെ മാറി, ഞാൻ ഏതാണ്ടൊരു ബോൾ പോലെ 10-12 കിലോ കൂടി അങ്ങനെ ആയി മാറിയായിരുന്നു. മുഖമെല്ലാം ഇതായിട്ട് നമ്മൾ പറയും രോമങ്ങളെല്ലാം കൊഴിഞ്ഞു പോകും, നമ്മുടെ ഐബ്രോസ് ഇല്ല, ഐലാഷസ് ഇല്ല, തലയിൽ മുടിയൊന്നുമില്ല, നമ്മളൊരു പൂർണ്ണചന്ദ്രനെ പോലെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും തൊപ്പിയോ അല്ലെങ്കിൽ വിഗ്ഗോ ഒന്നും വെക്കാതെ അപ്പോഴും ഞാൻ കണ്ണെഴുതി പൊട്ടും തൊട്ട് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അത് ഒരിക്കലും മുടി പോയാൽ, നേരത്തെ പറഞ്ഞില്ലേ, മുടി പോയാൽ കോൺഫിഡൻസ് പോകും, അത് പിന്നെ അതൊന്നും അതൊക്കെ ബാഹ്യമായ നമ്മുടെ കാര്യങ്ങളല്ലേ, അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കരുത്. അപ്പോൾ ഇവരോടും ഞാൻ അത് തന്നെ പറഞ്ഞു, നമ്മൾ ഇത് നേരിടും, ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു എക്സാമ്പിളാണ്. അതേപോലെ എന്നെ പല സ്ത്രീകളും വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എനിക്ക് അവർക്ക് കുറച്ചെങ്കിലും ഒരു ധൈര്യം പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷം. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അവിടുന്ന് കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. അവർ ഇതെല്ലാം പൂർണ്ണമായും നേരിട്ടു. അത് അവർ ഡെയിലി അവരെ വിളിച്ച് സംസാരിക്കുന്നു, ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഒരു കറേജ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ്. അതെ, മറ്റൊരു സംശയം വരിക, നമുക്ക് പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് എല്ലാവരും ചോദിക്കുക. പഴയതുപോലെ എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് അതുപോലെ യാത്ര ചെയ്യാൻ പറ്റുമോ, ജീവിതാവസാനം വരെ മരുന്ന് കഴിക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടല്ലോ. പക്ഷേ താങ്കൾ അതിനും വലിയ ഉദാഹരണമാണ്. യാത്രകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ നടത്തുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് കൂടി അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാമോ? യാത്രകൾ അതിന് നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾ എപ്പോഴും അത് ക്യാൻസർ വരണമെന്നൊന്നും ഇല്ലല്ലോ. അതിന് നമുക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും ബാധിക്കുന്നത് പോലെ തന്നെ ഉള്ളൂ ക്യാൻസർ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ എൻ്റെ കമ്പനി ടൈംസ് വേൾഡിൻ്റെ ഓഫീസ് നമുക്ക് ദുബായിലും കാനഡയിലും ഉണ്ട്, കേരളത്തിലുള്ളതിന് പുറമേ ആയിട്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുബായിൽ പോകാറുണ്ട്, വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് എത്തിയത്. അപ്പോൾ പലപ്പോഴും ഈ കീമോയുടെ ഇടയ്ക്ക് ഞാൻ ഗ്യാപ്പ് ഡോക്ടറോട് ചോദിച്ചിട്ട് 2 ആഴ്ച ഗ്യാപ്പ് ഉണ്ട്, ഞാനൊന്ന് പോയി വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പം വീൽ ചെയറിലാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് എന്നെ വീൽ ചെയറിലാണ് ഫ്ലൈറ്റ് വരെ കൊണ്ടുപോകുന്നതും അവിടെ ഇറക്കി അവിടുന്ന് വീൽ ചെയറിലാണ് പുറത്തേക്ക് പോകുന്നതും. എന്നാൽ പിന്നെ വീട്ടിൽ അടങ്ങിയിരുന്നാൽ പോരെ എന്ന് ചിലർ ചോദിച്ചേക്കാം, ചിന്തിച്ചേക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്നത് ക്യാൻസറായി എന്നുള്ളത് കൊണ്ട് അത് നമുക്കൊന്നിനും തടസ്സമാവരുത്, നമ്മുടെ യാത്രകളൊന്നും നമ്മൾ മുടക്കരുത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് കുറച്ചുകൂടെ നമ്മളൊന്നിനും പിന്നിലല്ല, ഐ ക്യാൻ സ്റ്റിൽ ഡൂ ഇറ്റ്, യെസ് യു ക്യാൻ എന്നുള്ളതാണ്. ക്യാൻസറിൻ്റെ ക്യാൻ ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ ആ യാത്രകളൊന്നും ഞാൻ മുടക്കാതെ പോയി. പിന്നെ തമാശ പറഞ്ഞ ഈ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടെ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ ഒരു ഇൻ്റർനാഷണൽ സയൻസ് കോൺഫറൻസ് നടക്കുന്ന സമയമായിരുന്നു. റേഡിയേഷൻ ആഴ്ചയിൽ 5 ദിവസവും ഉണ്ട്. അപ്പോൾ എനിക്കങ്ങനെ 25 റേഡിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 5 ദിവസവും വൈകുന്നേരം പോകണം, റേഡിയേഷൻ ചെയ്യണം, തിരിച്ചു വരണം. അപ്പോൾ ഈ റേഡിയേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പോഴെനിക്ക് നടക്കാൻ അപ്പോഴും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരു ഇത്തിരി അങ്ങോട്ടുള്ള ദൂരം പോലെ എങ്ങനെ ഞാൻ അവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് വയ്ക്കുന്ന സ്റ്റെപ്പുകളാണ് ഓരോന്നും. ഞാൻ വണ്ടി എടുത്ത് അവിടം വരെ പോവും. വണ്ടി ഓടിക്കാൻ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് കയറി ഇരുന്നാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ഓടിക്കാൻ. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ റേഡിയേഷൻ റൂമിലേക്ക് പോകാനായിട്ട് നടക്കാൻ വയ്യ. അപ്പോൾ അവിടുന്ന് ഞാൻ വീൽ ചെയറിൽ ആണ് അങ്ങോട്ട്. അപ്പോൾ അവർ ചിരിക്കാറുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ വീൽ ചെയറിലേക്ക് ഇരുന്നിട്ട് തനിയെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് വീൽ ചെയറിലേക്ക് ഇരുന്ന് പോന്നു എന്നുള്ളത്. അപ്പം ഒന്നും ചെയ്യാൻ മടിക്കണ്ട, നമുക്ക് എല്ലാം മനസ്സിൽ തന്നെയാണ്, ആ ധൈര്യം മുഴുവൻ മനസ്സിൽ തന്നെയാണ്. അതുണ്ടെങ്കിൽ വേദനകളെയും കവച്ചു വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. താങ്കൾ ചിരിക്കുമ്പോൾ ഞാനും കൂടെ ചിരിക്കുന്നു. പക്ഷെ ഞാൻ ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഈ പറയുന്നതെന്നുള്ള മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. എഴുത്ത് നമ്മളൊന്ന് പറഞ്ഞു പോയെങ്കിലും, കവിതയുടെ കാര്യത്തിൽ ലോകത്തേക്ക് പോയെങ്കിലും, ഇതിനിടയ്ക്ക് എപ്പോഴേ സമയം കിട്ടുന്നത് കുട്ടികളുടെ കൂടെ, ഡിഫറെൻ്റ് ലേബിൾഡായിട്ടുള്ള കുട്ടികളുടെ കൂടെ, പിന്നെ മ്യൂസിക്, അതിൻ്റെ ഇടയ്ക്ക് ജോലി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ എഴുത്തിന് എവിടെയാണ് സമയം? എഴുത്തിന് ഇപ്പം സത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇപ്പം സമയം ഇത്തിരി കുറവാണ്. കാരണം ഞാൻ ഈ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന 3 കാര്യങ്ങളും ഓരോന്നും ഓരോ പ്രസ്ഥാനങ്ങളാണ്. ഓരോന്നിനും സത്യം പറഞ്ഞാൽ ഒരാളുടെ ഫുൾ ടൈം ആയിട്ടുള്ള വർക്ക് വേണം. അപ്പം അങ്ങനെ ഞാൻ ഫുൾ ടൈം ഒരു ദിവസം തന്നെ 24 hours ഇതിനും 24 hours ഇതിനും 24 hours ഇതിനും എന്ന് പറഞ്ഞ പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിൽ എഴുത്തും വായനയുമാണ് ആക്ച്വലി പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുന്നത്. പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ
അതിന് ശ്രമിക്കാറുണ്ട്. അപ്പം എല്ലാവരും ഒരു ബുക്ക് എഴുതുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു വിദൂര ഭാവിയിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് കുറച്ച് കവിതകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇനിയും റിലീസ് ചെയ്യാനുള്ളത് ഒക്കെ ഉണ്ട്. അപ്പം അതിലൊരെണ്ണമാണ് ഇപ്പോൾ എടുത്ത് ചെയ്തത്. അതും കൂടുതൽ ഒന്നും കൂടെ ഓർഗനൈസ് ചെയ്യണം. പക്ഷേ 24 മണിക്കൂറല്ലേ ഉള്ളൂ എന്നുള്ളൊരു വിഷമം. അത് കൊള്ളാം. താങ്കളുടെ ഹസ്ബൻഡിനെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോയി, അദ്ദേഹത്തിന്റെ ആ ചോദ്യമൊക്കെ നമ്മൾ പറഞ്ഞു. ബാക്കി കുടുംബത്തെ കുറിച്ച് ഒപ്പം ചേർന്ന് നിൽക്കുന്നവർ, മറ്റ് കുട്ടികളുടെ കാര്യമായാലും നമ്മുടെ ഈ ഡിഫറെന്റ് ലേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ മാജിക് പ്ലാനറ്റിലെ കുട്ടികളുടെ കാര്യമാണെങ്കിലും എല്ലാം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാനും ടോമി എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്, ടോമി വർഗീസ്. ഞങ്ങളാണ് ടൈംസ് വേൾഡിൻ്റെ ഉടമസ്ഥർ. അപ്പം ടോമി മോസ്റ്റ് ഓഫ് ദി ടൈം ദുബായിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെയും വന്നും പോവും. അങ്ങനെയാണ്. കോഴിക്കോട് RECയിൽ നിന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പാസ്സായതാണ്. അപ്പം ടോമിയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ വളരെ പഠിക്കുന്ന കാലം തൊട്ടേ തമ്മിലറിയാം. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും ഞാൻ ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും ഞാൻ ഇപ്പോഴും ഏറ്റവും ബഹുമാനിക്കുന്ന ആളും ടോമി തന്നെയാണ്. പിന്നെ എൻ്റെ 2 മക്കൾ, രാഹുൽ ഇളയ മകൻ, മീര, അവർ രണ്ടുപേരും കാനഡയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ അവിടെ മോന് എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, മോള് ഡിഗ്രി കോഗ്നിറ്റീവ് സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മ്യൂസിക് എല്ലാം കൂടെ ചേർന്ന് ചെയ്യുന്നു. മോൻ ഇവിടെ NGM സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ സ്കൂൾ ടോപ്പറായിരുന്നു. അതും കൂടെ എനിക്ക് പറയാനുണ്ട്. മോൻ ആ 12th എക്സാമിൻ്റെ സമയത്താണ് എനിക്ക് ഈ അസുഖം വന്നത്. എക്സാം തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട്. അപ്പം അവനെയും ഇതൊന്നും ബാധിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ അവനും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. മോള് പിന്നെ ഫിസിക്കലി കൂടെ ഉണ്ടായിരുന്നില്ല, ദൂരെ ആയിരുന്നുകൊണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പരസ്പരം 4 പേരും ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളെ പോലെയാണ്. അപ്പം ഈ അസുഖം വന്നത് നമ്മളൊരു എല്ലാവരും ചേർന്ന് പോവേണ്ട ഒരു രസമുള്ള ജേണിയാക്കി, ഒരു അനുഭവമാക്കി മാറ്റുമായിരുന്നു. ഞാൻ എന്നും വീഡിയോ ഇടുമായിരുന്നു ഓരോ ദിവസവും എൻ്റെ സിറ്റുവേഷൻ ഇതാണ് എന്ന് പറഞ്ഞ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പോൾ ഇതാ പൊടി പോയി തുടങ്ങി, എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് മുടി ഇങ്ങനെ വരുന്നതും അതൊക്കെ അങ്ങനെ ഇടുമായിരുന്നു. പിന്നെ സ്ലോലി ഞാൻ അതങ്ങനെ നിർത്തി, തീരെ വയ്യാണ്ടായപ്പോൾ. അല്ല, താങ്കള് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ചില കാര്യങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ അങ്ങനെ എന്നെ തളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂടെ ഉള്ളവർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല? അമ്മയുടെ മുടി പൊഴിയുന്നു എന്ന് പറയുമ്പോൾ മക്കൾക്കായാലും അല്ലെ, അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു കൺസേൺ? മുടി കൊഴിയുന്നൊക്കെ കാണുമ്പോൾ അത് ഫിസിക്കലി നിങ്ങൾ കാണുമല്ലോ. അതായത് അങ്ങനെ അങ്ങ് കൊഴിഞ്ഞു പോവാ. അത് ക്യാൻസർ വന്ന മുടി പോയവർക്കറിയാം. ഞാൻ മൂടോടെ ഇങ്ങനെ പോവാണ്. അതില് ആ പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇത്രയും ഒരു ബഞ്ച്. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കെട്ട് മുടി കയ്യിൽ, അങ്ങോട്ട് നടക്കുമ്പോൾ തലവണ്ണയുടെ മുകളിൽ, കുളിക്കുമ്പോൾ എല്ലായിടത്തും മുടി. അപ്പൊ എനിക്ക് വന്നാൽ കുറച്ചുകൂടെ നീളമുള്ള മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ബഞ്ചായിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊർന്നു പോവാം. അപ്പം പിന്നെ മുടി ചീകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ ഈ മുടി പോയിട്ട് നമ്മുടെ തലയോട്ടിയിലുണ്ടാവുന്ന കൊച്ചു കൊച്ചു സുഷിരങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് ഈ ഒരുപാട് പിന്നുകൾ ഇങ്ങനെ കുത്തിയിറക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദനയുണ്ട്. അതിൽ നിന്ന് ആ പിന്ന് ഊരി എടുത്ത് കഴിയുമ്പോൾ ആ കുത്തുന്ന വേദന നമുക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ മുടി കൊഴിയുന്ന കുറേ അങ്ങ് എത്തിയപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, ഇനി ഇങ്ങനെ എനിക്കിങ്ങനെ എടുത്ത് കളയണ്ട, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ മുടിയുള്ള ഒരു കൊല്ലമാകും. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ഷേവ് ഓഫ് ചെയ്ത് കളയാം എന്ന് പറഞ്ഞ് ഒരു 2ാമത്തെ കീമോ കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഒരു കൊഴിച്ചിൽ കൂടിയപ്പം ഞാൻ അതെടുത്ത് കളഞ്ഞു. പക്ഷെ പിന്നെ നമുക്ക് ഭയങ്കര ആ ഒരു നീറ്റിൽ കുറച്ച് ദിവസങ്ങളും കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു. ഇനിയും കേൾക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും തവണ വന്നു ന്യൂസ് 18 ഇനി വരില്ല എന്ന് പറയരുത്. ഇനിയും ഞങ്ങൾ വിളിക്കും. ഇത് ഇനിയും കേൾക്കണം ഞങ്ങൾക്ക്. കാരണം പല മേഖലകളിൽ താങ്കൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ന്യൂസ് 3 പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.